ഹായ്, ഞങ്ങളിന്ന് ബാംഗ്ലൂരിന് പോവുകയാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അബി വന്നപ്പം എനിക്കും പിള്ളേർക്കും കൂടെ ടിക്കറ്റ് എടുത്താണ് വന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ വോട്ട് ചെയ്ത ശേഷം ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്ന വഴി ചിന്നമ്മമാരുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയാണ് പോകുന്നത്. എങ്കിലും വെക്കേഷൻ ഒന്ന് അടിച്ചു പൊളിക്കണം, അതാണ് ഉദ്ദേശം. നേരത്തെ തന്നെ അവൻ ബാംഗ്ലൂരിലേക്ക് പോയിട്ട് 1 വർഷത്തോളമായി. അപ്പം പോയപ്പോൾ തൊട്ട് അവൻ വിളിക്കുന്നതാണ്, പിള്ളേരെയും കൊണ്ട് വാന്ന് പറഞ്ഞ്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലി തിരക്കൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. എന്നാൽ വെക്കേഷൻ ആയപ്പോൾ വരികയില്ലെന്ന് ചോദിച്ചു. എന്നാൽ പോയിട്ട് വരാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അമ്മീനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പോകുന്ന വഴിക്ക് ഇന്നത്തെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് കൊടുത്ത ശേഷം വോട്ട് ചെയ്യണം. പോളിംഗ് ബൂത്തിൽ നല്ല തിരക്കായിരുന്നു. 7 മണിക്ക് പോയ നിന്ന് ഞാൻ 8:15 വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന താമസത്തിൽ ഞങ്ങൾക്ക് പോകാൻ സമയമായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ച് പെറുക്കി അടുക്കുകയാണ്. അവൻ താണ്ടെ എന്തൊക്കെയോ നാട്ടിൽ നിന്നും അവന് കൊണ്ടുപോകണമായിരുന്നു, അതെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാം തന്നെ പാക്ക് ചെയ്തൊന്ന് അടുക്കി റെഡിയാക്കുകയാണ് പോകാനായിട്ട്. വെള്ളം എടുക്കണം, ആകെ ബഹളത്തിലാണ് പോകുന്ന. ആ ഒരു തിരക്കിലാണ് എല്ലാവരും. ഞങ്ങൾ ഇത്രയും പേര് കൂടിയാണ് യാത്ര. പോകുന്ന വഴിക്കാണ് തറവാട്. അവിടെ കയറി താത്തായോടും അമ്മമ്മയോടും മാമിയോടും മാമച്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് വേണം പോകാനായിട്ട്. നോക്കിക്കേ, ഓ പൊളിച്ച് ചക്കപ്പുഴുക്കും കറി, ചക്കപ്പുഴുക്കും മോര് കറി. സൂപ്പറല്ലേ? തിന്ന് കാണിച്ചാ താത്ത. ബാത്റൂമിലാണ്. അത്താത്ത ഞങ്ങളുടെ തമാശയ്ക്കും കളിച്ചിരിക്കും എല്ലാം തന്നെ ഒപ്പം കൂടും. അപ്പം അമ്മമ്മയോടും അത്താത്തയുടെ ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നെടുങ്കണ്ടം അപ്പുറം കഴിഞ്ഞു. പോകുന്ന വഴിക്കൊക്കെ നല്ല തിരക്കാണ്. ഇലക്ഷൻ പ്രമാണിച്ച് വോട്ട് ചെയ്യാൻ വരുന്നവരുടെയും പിന്നെ ഇലക്ഷൻ ബൂത്തുകളൊക്കെ ആണെങ്കിലും നല്ല ക്യൂ ആണ് കണ്ടത്. 1-2 ബൂത്തുകളിൽ മാത്രമേ ഞങ്ങൾ ക്യൂ വളരെ കുറവ് കണ്ടുള്ളൂ. നല്ല തിരക്കാണ് പോളിംഗ് ബൂത്തുകളിൽ. പോകുന്ന വഴി അടിമാലിയിലെ ചിന്നമ്മയുടെ വീട്ടിൽ, കൊച്ചുവോളിനുമാടെയും മാഹിം കൊച്ചത്താടെയും വീട്ടിലിറങ്ങിയതാണ്. വേണ്ടേ മാങ്ങാപ്പഴം, വാട്ടർമെലന്, നാരങ്ങ എന്നിവ സാധനമുണ്ട്. ചിന്നമ്മ ഇവിടെ ഇല്ല, ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്. നല്ല മധുരമുണ്ട്. ഇത് അടിമാലിയിലെ കൊച്ചോളിനുമാടെയും മാഹിം കൊച്ചത്താടെയും വീട്ടിൽ വന്നതാണ്. ദാണ്ട ഇവിടെ കണ്ടോ, കൊച്ചത്താടെ കൃഷിയാണ്. നല്ലൊരു കൃഷിക്കാരൻ, കർഷക അവാർഡ് കിട്ടിയ കൃഷിക്കാരനാണ് കൊച്ചത്ത. ഇത് കൊക്കോയാണ്.
കണ്ടോ കൊക്കോപ്പഴം നിൽക്കുന്നത്. കൊച്ചത്ത നോക്കുന്നതാണ് കൊക്കോ, കൊച്ചത്താടെ ഏലം. ഇവിടെ പേരേലം ഉണ്ട്, സാധാ ഏലമാണിത്. അപ്പുറ സൈഡ് പേരേലം. നോക്കട്ടെ, കൊച്ചത്താടെ ഒരു നാരകമാണ്. നമുക്ക് നാരങ്ങയും ചക്കയും മാങ്ങയും എല്ലാം ഇവിടുന്ന് കൊണ്ടു തരാറുണ്ട്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ നാരകത്തെ കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായിരുന്നു. പറിച്ച് വിൽക്കാൻ പറഞ്ഞാൽ കൊച്ചത്ത കേൾക്കത്തില്ല. നാരങ്ങ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആയിട്ട് പറിച്ച് കൊടുക്കത്തേ ഉള്ളൂ. വിൽക്കാൻ ഭയങ്കര മടിയാണ്. ഈ വർഷം നാരകത്തെ വളരെ കുറവാണ്. ഇതാണ് പേരേലം. ഇത് കൊച്ചത്ത നമ്മുടെ ആ ഭാഗത്തുനിന്ന് കല്ലാറ്റിയിൽ നിന്ന് കൊണ്ടുവന്നാണ്. അമ്മച്ചിയുടെയൊക്കെ മാമച്ചി സ്പെഷ്യലായിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അവിടുന്ന് വില കൊടുത്തെടുത്തോണ്ട് വന്ന തട്ടകളാണ് വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ നോക്കിയെടുക്കുന്നത്. സാധാരണ ഏലം പോലെ അല്ല. ഒരു കായ എടുത്ത് കാണിച്ചപ്പോൾ അതില്ലേ കണ്ടോ, അത് മൊത്തം ഉണ്ടോടാ ഈ കായ എടുത്ത് കഴിഞ്ഞതാണ്. കായെടുപ്പൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കായ എടുത്ത് കാണിക്കാനായിട്ടില്ലായിരുന്നു. ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലത്തിൻ്റെ ഫോട്ടോയാണ്. ഇത് പേരേലത്തിൻ്റെ കായ എടുത്ത് വെയിലത്തിട്ട് ഉണങ്ങിയാണ് നമ്മൾ വിൽക്കാനായിട്ട് കൊടുക്കുന്നത്. ഇതാണ് പേരേലത്തിൻ്റെ കാ. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, ഇത് പേരേലത്തിൻ്റെ ഉണങ്ങിയ ഏലക്ക. ഇങ്ങനെയാണ് ഉണങ്ങി കഴിഞ്ഞ് മുമ്പ് ഈ കളറാണ് പേരേലത്തിന് വരുന്നത്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. വിലയും വ്യത്യാസമാണ്. സാധാരണ ഏലക്കായേക്കാൾ വില വ്യത്യാസമാണ് പേരേലത്തിൻ്റെ ഏലക്കായ്ക്ക്. കുറച്ച് ഈ വേലത്തിനൊക്കെ വെള്ളം അടിച്ചു കൊടുക്കുന്നത് ഈ തോട്ടിൽ നിന്നാണ്. ഈ തോട് മഴയുടെയൊക്കെ സമയത്ത് നന്നായിട്ട് നിറഞ്ഞൊഴുകുന്ന, ഇപ്പോൾ വേനൽ ഈ വെള്ളം ചെല്ലുന്ന കല്ലാറുകുട്ടി ഈ തോടൊഴുകി ചെല്ലുന്നത് കല്ലാറുകുട്ടി ഡാമിലേക്കാണ്. ഈ തോട്ടിൽ നിന്നും വെള്ളം മോട്ടറിൽ അടിച്ചെടുത്താണ് കൊച്ചത്ത ഏലം എല്ലാം നനച്ചു കൊടുക്കുന്നത്. പ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് ഈ തോട് മുറ്റം വരെ എത്തിയിരുന്നു. അത്രയ്ക്കും നിറഞ്ഞ് ഒഴുകിയ ഒരു തോടാണ്. ജൂൺ മാസം ആയാൽ മതി, പ്രളയം വേണമെന്നൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഈ തോടൊഴുകും. സാധാരണ ഏലം മാത്രമല്ല, ഗ്രാമ്പൂ, ജാതി, കാച്ചിൽ, ചേന, ചേമ്പ്, കാപ്പി എന്ന് വേണ്ട സകലമാന കൃഷിയും ഈ പറമ്പിലുണ്ട്. കപ്പയും ഇടും. ഒരു സീസണിൽ കപ്പയിട്ട് ഇഷ്ടംപോലെ കപ്പയും ഞങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ. പറമ്പൊക്കെ അത്രയും നന്നായിട്ടാണ് സൂക്ഷിക്കുന്നതും. കൊച്ചത്താടെ പറമ്പ് ഈ തോട് കിടന്ന് അങ്ങ് മുകളിലോട്ടാണ് പോകേണ്ടത്. കൊച്ചത്ത ഉണ്ടെങ്കിൽ കയറിപ്പോയി വീഡിയോ എടുക്കാമായിരുന്നു. ഇത് പോപ്പിക്കുട്ടനാണ്. അവന് ഇതിൻ്റെ അതിര് പോലും കറക്റ്റായിട്ട് അറിയത്തില്ലായിരിക്കും. ഇനി ഒരു ദിവസം കൊച്ചത്താടെ പറമ്പിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പോകണം. പശുവിനൊക്കെ കൊടുക്കുന്ന വളർത്തു പുല്ല്, അതുപോലെ തന്നെ വാഴയൊക്കെ ഈ റോഡ് സൈഡിലായിട്ടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന് നോക്കിയാൽ ഇത് കണ്ടോ, ഇതാണ് കൊച്ചത്താടെ മുകളിലോട്ടുള്ള സ്ഥലം കിടക്കുന്നത്. ഇതിനിടയ്ക്കും റബ്ബറും ഒരു പ്രധാന കൃഷിയിൽപ്പെട്ടതായിട്ട് കൊച്ചത്ത വളർത്തിയെടുക്കുന്നുണ്ട്. വീട്ടാവശ്യത്തിന് തെങ്ങുമുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മാങ്ങയായി. ഈ മാവിൽ നിന്നാണ് മാങ്ങ പറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത്. നിറയെ കായുണ്ട്. കൊച്ചത്ത ഏറെക്കുറെ ഞങ്ങൾക്ക് തന്നെ കൊണ്ടു തന്ന് തീരാറായി. ഇനി നിപ്പുണ്ട്. ഇനി ഇത് പഴുത്തിട്ട് ഞങ്ങൾക്ക് തന്നെ എത്തിച്ചു തരും. ഈ ചിന്നമ്മടുത്തൊക്കെ കയറിയിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. എറണാകുളം ചെല്ലണം. അതിന് മുമ്പ് കോതമംഗലത്ത് ഒരു ചിന്നമ്മ കൂടിയുണ്ട്, അവിടെ കയറണം. മോളമ്മ ചിന്നമ്മയും പിള്ളേരെയും കാണാൻ കൂടി കയറണം. അപ്പോൾ യാത്ര തുടരുകയാണ്. ഇത് കല്ലാറുകുട്ടി പുതിയ പാലം.
ഇതായി കാണുന്നത് വെള്ളത്തൂവൽ പവർ ഹൗസാണ്. പുറകിൽ കാണുന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകളിലൂടെ വെള്ളം വന്ന് അതുപയോഗിച്ചാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അടിമാലി കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. ഈ പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ഈ എന്താ പറയുന്നത് ഡാമുകൾ എന്ന് വേണ്ട എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ അടിമാലി ഭാഗം കാണാനായിട്ട്. ഇത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാൻ നിർത്തിയ കടയാണ്. ഈ കട ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും പാറയാണ് എങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ചൂടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ മേൽക്കൂര അറേഞ്ച് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ചൂടില്ലാത്തത്. നല്ല തണുപ്പായിരുന്നു അകത്ത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് തന്നെ. അതെ, നമുക്ക് ഇവിടെ പൂച്ച ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മോളമ്മ ചിന്നമ്മയുടെ അടുത്തെത്തി. ചിന്നമ്മ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പറയാതെ വയ്യ, ഏറ്റവും ചൂട് അനുഭവപ്പെട്ടൊരു സ്ഥലമാണ് കോതമംഗലം. അതുപോലെ ചൂടായിരുന്നെന്ന് പറയാം. എറണാകുളത്ത് പോലും ഇത്രയും ചൂടുണ്ടായിരുന്നില്ല. കോതമംഗലത്ത് നിന്നിട്ട് നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വിയർത്തൊഴുകുമായിരുന്നു. വെള്ളം കുടിച്ചതിന് ഒരു കണക്കില്ല. എനിക്ക് തന്നെ ചുള്ളി അതെന്താ അടി സൂപ്പർ പച്ചമാങ്ങ ജ്യൂസ് കാന്താരി ഇട്ട് പൊളിച്ചു. ഈ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കി എടുത്തിരുന്നത് പച്ചമാങ്ങ, ക്യാപ്സിക്കം, ഇഞ്ചി, ഉപ്പ്, പഞ്ചസാര എന്നിവയെല്ലാം ഇട്ടായിരുന്നു. പറയാതെ വയ്യ, അത്രയ്ക്കും നല്ല ഒരു ജ്യൂസായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉച്ചയൂണ് ചിന്നമ്മയാണ് കരുതിയിരുന്നത്. അടിപൊളി കറികളൊക്കെ ആയിട്ട് ചക്ക വേവിച്ചത്, മീൻകറി, മീൻ വറുത്തത്, അവിയൽ, അച്ചാറുകൾ, മെഴുക്കുവരട്ടി, അങ്ങനെ പറയാനില്ല, അത്രയ്ക്ക് കറികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം വെളിയിലൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞൊക്കെയാണ് വന്നത്. ചൂട് കാരണം യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെളിയിൽ കൂടെ എല്ലാം ഓടി നടക്കേണ്ടി വന്നത്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് തണ്ണിമത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് തന്നു. മുസമ്പിയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടും ദാഹം നിൽക്കുന്നില്ലായിരുന്നു. പിന്നെയും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത്രയ്ക്ക് ചൂടായതുകൊണ്ട് മാറി മാറി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കേണ്ട അവസ്ഥയായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നേരം അബിക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറും എന്തൊക്കെയോ റെഡിയാക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങളിതൊക്കെ വാങ്ങിച്ച് അധികം താമസിക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും വിശേഷങ്ങളൊക്കെ കാണിച്ചു നിന്നാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോകും. തുടർന്നുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ ബൈ.